ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹം നേടുന്നതൊക്കെ പെനാൽറ്റി ഗോളുകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്കൊരു ഗോട്ടായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കമന്റ് ബോക്സിൽ ഇങ്ങനെ നിറഞ്ഞേക്കാണ് പെനാൽറ്റി പെനാൽറ്റി പെനാൽറ്റി. എവിടെ നോക്കിയാലും ഒരു പെനാൽറ്റിയുമായി പ്രിയപ്പെട്ട മെസ്സി ഘടകങ്ങളായിട്ടുള്ള ബാഴ്സ ഫാൻസ് അല്ലെങ്കിൽ ഇന്റർ മിയാമി ഫാൻസ് ഒക്കെ അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് തേങ്ങ കണ്ടിട്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? കാരണം അർജന്റീനയുടെ വേൾഡ് കപ്പ് ജേർണി നോക്കുകയാണെങ്കിൽ അറിയാം, സൗദിയുമായിട്ടുള്ള മത്സരത്തിൽ പെനാൽറ്റി, ക്രൊയേഷ്യ ആയിട്ടുള്ള മത്സരത്തിൽ പെനാൽറ്റി, അതേപോലെ തന്നെ പോളണ്ട് ആയിട്ടുള്ള മത്സരത്തിൽ പെനാൽറ്റി, നെതർലാൻഡ് ആയിട്ടുള്ള മത്സരത്തിൽ പെനാൽറ്റി, ഫൈനലിൽ ഫ്രാൻസ് ആയിട്ടുള്ള മത്സരം പെനാൽറ്റി കൊണ്ടുള്ള ചിരിയും കളിയും അവിടെ നോക്കിയാലും പെനാൽറ്റി. അതിൽ എത്രത്തോളം പെനാൽറ്റികൾ ആയിട്ടുള്ള ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇല്ല, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ ഒരു പെനാൽറ്റി എന്ന് പറഞ്ഞ സംഭവം ഫുട്ബോൾ ഉള്ള ഒരു സാധനമാണ്. രണ്ടാമതായിട്ട് അത് എടുത്തു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വേൾഡ് കപ്പ് എടുത്തു മാറ്റുന്നുള്ള. കാരണം ഇപ്പൊ ആ വേൾഡ് കപ്പിന്റെ പോലും ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റികൾ നേടിയിട്ടുള്ള, അതായത് ഒരു വേൾഡ് കപ്പ് സീസണിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റികൾ നേടിയിട്ടുള്ള ടീം നിങ്ങളാണ്. അപ്പൊ കൂടുതലായിട്ട് നീട്ടി പറയാനുള്ള ഒരു താല്പര്യവും ഒരു മൂടും ഇല്ലാത്തതും കൂടിയാണ് കൊടുത്ത് നിർത്താണ്. മനസ്സിലാക്കുക, പെനാൽറ്റി കിട്ടുന്നതിനെ കൊണ്ടാണ് മൂപ്പർ അടിക്കുന്നത്. അതും നിങ്ങൾ അത്ര പോലും എളുപ്പമല്ല മുമ്പ് പെനാൽറ്റി കിട്ടാൻ. അത്രയും ഫെയർ ആണെങ്കിൽ മാത്രമേ മുമ്പ് പെനാൽറ്റി കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടൊന്നും പെനാൽറ്റി കിട്ടുന്നില്ല. മനസ്സിലാക്കുക, പെനാൽറ്റി ഫുട്ബോളുള്ള സംഭവമാണ്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കോണകളൊന്നും ദയവ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ നിർത്തിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കുറച്ചോണ്ടിരിക്കുക, നമുക്ക് ഞാൻ തിരിച്ച് ഇതേപോലെ ഞാനും കുറച്ചോണ്ട്